ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തു തന്നെ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ, കരക്കുളം. മനസ്സലിവുള്ള മഹാദൈവത്തിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. തൃപ്പാദം എന്ന ഈ ശുശ്രൂഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന യഹോവയുടെ ദൂതൻ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് എന്നുള്ളതായിരിക്കുന്ന വചനഭാഗങ്ങളാണ് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും സാധിച്ചത്. ഇന്ന് പഴയ നിയമത്തിലെ അവസാന പുസ്തകങ്ങൾ ഒന്നാകുന്ന സെഖര്യാവിന്റെ പുസ്തകത്തിലെ മറ്റൊരു ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വെളിപ്പെടുത്തുന്ന മറ്റൊരു ഭാഗമാണ് സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. സെഖര്യാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇസ്രയേലിന്റെ മഹാപുരോഹിതനായിട്ട് ശുശ്രൂഷ നിർവഹിച്ചത് യോശുവ എന്ന പുരോഹിതനായിരുന്നു. ഈ യോശുവ എന്ന മഹാപുരോഹിതന്റെ മുമ്പിലെ സാത്താനും അതുപോലെ തന്നെ യഹോവയുടെ ദൂതനും നിൽക്കുന്നതായിരിക്കുന്ന ഒരു ചിത്രം 3-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് കാണുവാൻ തക്കവണ്ണം കഴിയും. യഹോവയാകുന്ന ദൈവത്തിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതായിരിക്കുന്ന യോശുവ എന്ന മഹാപുരോഹിതൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന പിശാച് എന്ന സാത്താൻ, ആ ഭാഗത്ത് യഹോവയുടെ ദൂതൻ എന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം യഹോവ നിന്നെ ഭത്സിക്കുന്നു എന്ന് 2 തവണ ആവർത്തിച്ച് പറയുകയാണ്. യഹോവ നിന്നെ ഭത്സിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 2, 5, 6 വാക്യങ്ങളിൽ. മാത്രമല്ല, സൈന്യങ്ങളുടെ യഹോവ എന്ന പ്രയോഗം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലും കാണാനായി കഴിയും. 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനത്തിൽ അത്ഭുത ലക്ഷണമുള്ള പുരുഷൻ എന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ചുള്ള സൂചന നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു പഴയ നിയമത്തിൽ വെളിപ്പെടുന്ന അത്ഭുത ലക്ഷണമുള്ള പുരുഷനാണ്. അവിടുന്ന് യഹോവയുടെ ദൂതനാണ്. അവിടുന്ന് സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയാണ് എന്നുള്ളതായിരിക്കുന്ന വചനങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ആദ്യമായിട്ട് യോശുവയ്ക്ക് ധൈര്യം നൽകുവാൻ തക്കവണ്ണം യോശുവ എന്ന മഹാപുരോഹിതനോട് കൂടെ അവനെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം നിൽക്കുന്ന യഹോവയുടെ ദൂതൻ സാത്താനെ ഭത്സിച്ചുകൊണ്ട് താൻ യഹോവയുടെ ദൂതനായിരിക്കുമ്പോൾ തന്നെ യഹോവയാകുന്നു എന്നുള്ളതായിരിക്കുന്ന രീതിയിൽ ആ ഭാഗങ്ങളിൽ വെളിപ്പെടുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയും. മാത്രമല്ല, അവിടെ വെളിപ്പെടുന്നതായിരിക്കുന്ന ആള് അത്ഭുത ലക്ഷണമുള്ള ഒരു പുരുഷനാണ്. മാത്രമല്ല, കർത്താവിനെ തിരുവചനത്തിൽ മുള എന്ന് പലവിധത്തിൽ സംബോധന ചെയ്തിട്ടുണ്ട്. സെഖര്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും 6-ന്റെ 12-ാമത്തെ വാക്യത്തിലും മുള എന്ന ഒരു പുരുഷൻ വെളിപ്പെടുന്നതായി കാണുവാൻ തക്കവണ്ണം കഴിയും. യഹോവയുടെ മുള എന്ന് യെശയ്യാവിന്റെ പുസ്തകം 4-ന്റെ 2-ൽ പറയുന്നു. ദാവീദിന്റെ മുള എന്ന് യെശയ്യാവ് 11-ന്റെ 1, യിരെമ്യാവ് 23-ന്റെ 5, 33-ന്റെ 15 എന്നീ വാക്യങ്ങളിൽ ദാവീദിന്റെ മുള എന്നുള്ള പ്രയോഗം കാണാനായി കഴിയും. മുള എന്ന പേരുള്ളതായിരിക്കുന്ന പുരുഷൻ, യഹോവയുടെ മുള, ദാവീദിന്റെ മുള, ഇങ്ങനെയെല്ലാം വെളിപ്പെടുന്നത് യഹോവയുടെ ദൂതനായിട്ട് ആദ്യം നാം കണ്ടതായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ തന്നെയാണ് വിവരിക്കുന്നത്.
സഖര്യാവിന്റെ പുസ്തകത്തിൽ മുള എന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വിളിക്കുമ്പോൾ, തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിത്വമാകുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, മനുഷ്യന്റെ ബലഹീനതകളും കുറവുകളും പിശാച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താനായിട്ട് ഓരോ വ്യക്തിയുടെയും വലതുഭാഗത്ത് നിൽക്കുമ്പോൾ, നമ്മുടെ മധ്യസ്ഥനായി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്നവനാകുന്ന കർത്താവ് നമുക്കായിട്ട് ഉണ്ട്. മാത്രമല്ല, ഈ കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. പിതാവ് ദൈവമായിരിക്കുന്നത് പോലെ ഞാനും ദൈവമാണ് എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്. ഇന്ന് പാൽക്കാലം സഖര്യാവിൽ യഹോവയുടെ ദൂതനായി വെളിപ്പെടുന്നതായിരിക്കുന്ന വ്യക്തിത്വം അവിടുന്ന് അത്ഭുത പുരുഷനാണ്. അവിടുന്ന് യഹോവയുടെ മുളയാണ്. അവിടുന്ന് മുള എന്നു പേരുള്ള പുരുഷനാണ്. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യ ദൈവമാണ്. സഖര്യാവിന്റെ പുസ്തകം 14 അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ യഹോവയായിരിക്കുന്ന ദൈവം വരും എന്ന് പറയുകയാണ്. ഒലിവുമലയിൽ യഹോവയാകുന്ന ദൈവത്തിന്റെ കാൽ വയ്ക്കുമെന്ന് പറയുകയാണ്. വീണ്ടും യഹോവയാകുന്ന ദൈവവും തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരും എന്നും പറയുകയാണ്. അവിടെ വെളിപ്പെടുന്നതായിരിക്കുന്ന യഹോവയുടെ ദൂതനെന്ന് ആദ്യം വെളിപ്പെട്ട ശേഷം പിന്നെ യഹോവ എന്ന് പറയുന്നതായിരിക്കുന്ന ഈ വ്യക്തിത്വം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമ പ്രത്യക്ഷതയാണ്. പഴയ നിയമത്തിൽ സഖര്യാവിന്റെ മുമ്പാകെ യഹോവയുടെ ദൂതൻ എന്നുള്ള നാമത്തിൽ വെളിപ്പെട്ടവനാകുന്ന കർത്താവ് താമസം വിന ഈ ലോകത്തിൽ യഹോവയായി രാജാതിരാജാവായി ഒലിവുമലയിൽ കടന്നു വരുവാൻ തക്കവണ്ണം പോവുകയാണ്. ഈ കർത്താവിന്റെ വരവിനായിട്ട് താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ നിയമത്തിൽ യഹോവയുടെ ദൂതൻ എന്നുള്ള പ്രയോഗം കാണാനായിട്ട് കഴിയുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ യഹോവയുടെ ദൂതനായിരുന്ന വ്യക്തിത്വമാണ് കന്യകയുടെ മകനായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത്. ഇന്ന് പകൽക്കാലം ഈ കർത്താവിനെ പഴയ നിയമ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞാൽ നമ്മൾ ധന്യരായി. ഈ കർത്താവ് യഥാർത്ഥ രക്ഷിതാവാണ്, ദൈവമാണ്, കർത്താവാണ് എന്നുള്ളതായിരിക്കുന്ന ബോധ്യത്തോടുകൂടി ഈ പകൽക്കാലം വീണ്ടും കർത്താവിൻ്റെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് പ്രസാദകരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്ത് നമുക്ക് കർത്താവിനെ വീണ്ടും പ്രസാദിപ്പിക്കാം. ഭക്തിയോടെ അവിടുത്തെ സാക്ഷ്യം നമുക്ക് വഹിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിച്ച് ശക്തീകരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.